സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, കട്ടപ്പന. ഇപ്പോൾ കിട്ടിയ വാർത്ത. വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്സ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. 50 വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലിന്നഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലതതൻ ചാരുതയോ. മലപ്പൊഴിയും ലതയോ Celebrating 50 magical years. Ledha Textiles, Main Road, കട്ടപ്പന. KG's ജുവലറി കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളിയാഭരണശാല KG's സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ. ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. KG's സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. You know that thing must be 100 years old. ചന്തം കാളിന്തി നാദം ഗോപി സംഗീതം मेरे डोलना सुन मेरे प्यार की तुम मेरे डोलना सुन मेरी चाहते പൊന്നിൻ പ്രഭയിൽ വരുമിവളാരോ. KG's ജ്വല്ലറി കോട്ടയം കട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250-ൽ പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും.
കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു. കേരള വിഷൻ ഡിജിറ്റൽ ടിവിയിലൂടെ മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ബോക്സിലൂടെ. കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും. നമസ്കാരം. ഇടുക്കിനെറ്റ് വാർത്താ സംപ്രേഷണത്തിലേക്ക് മാന്യപ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ഇടുക്കിനെറ്റ് ന്യൂസ് ലൈവ്. ഇടുക്കിനെറ്റ് ന്യൂസ് ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഭക്ഷ്യധാന്യങ്ങൾക്ക് ബജറ്റിൽ പ്രഖ്യാപിച്ച അധിക നികുതി പിൻവലിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ചേർന്ന UDF യോഗത്തിലാണ് തീരുമാനം. അരി ഉൽപ്പന്നങ്ങൾക്ക് 1%, ആട്ട, സൂചി, റവ എന്നിവയ്ക്ക് 5% അധിക നികുതിയാണ് ഏർപ്പെടുത്തിയിരുന്നത്. നികുതിയിൽ 260 കോടിയുടെ ഇളവ്. ബജറ്റ് ദിനത്തിൽ നിയമസഭയിലുണ്ടായ അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് 5 MLA-മാരെ സസ്പെൻഡ് ചെയ്തു. സ്പീക്കറുടെ ഡയസിൽ കയറി ഉപകരണങ്ങൾ നശിപ്പിച്ച MLA-മാർക്കെതിരെയാണ് നടപടി. ഭരണപക്ഷ MLA-മാർക്ക് നടപടിയില്ല. KM മാണിയുടെ 13ാം ബജറ്റിൽ ഉടുമ്പൻചോല താലൂക്കിനെ അവഗണിച്ചതായി ആക്ഷേപം. നിലവിലുള്ള പദ്ധതികൾക്ക് പോലും ബജറ്റിൽ തുക മാറ്റിവെക്കാത്തത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. ഒരിക്കലും അവസാനിക്കാത്ത പ്രതിസന്ധിയിൽ KSRTC നട്ടം തിരിയുമ്പോൾ ജീവനക്കാരും ദുരിതത്തിലേക്ക്. മലിനജലം കുടിച്ച് KSRTC ജീവനക്കാർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ മൂട്ടകളും തൊഴിലാളികളുടെ ഉറക്കം കെടുത്തുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി സൌത്ത് ജില്ലാ വാർഷിക പൊതുയോഗം നടന്നു. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് പൊതുയോഗം സംഘടിപ്പിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. ഭക്ഷ്യധാന്യങ്ങൾക്ക് ബജറ്റിൽ പ്രഖ്യാപിച്ച അധിക നികുതി പിൻവലിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ചേർന്ന UDF യോഗത്തിലാണ് തീരുമാനം. അരി ഉൽപ്പന്നങ്ങൾക്ക് 1%, ആട്ട, സൂചി, റവ എന്നിവയ്ക്ക് 5% അധിക നികുതിയാണ് ഏർപ്പെടുത്തിയിരുന്നത്. നികുതിയിൽ 260 കോടിയുടെ ഇളവ്. KM മാണിയുടെ 13ാമത് ബജറ്റിൽ പ്രഖ്യാപിച്ച അധിക നികുതി നിർദ്ദേശമാണ് പിൻവലിച്ചത്. അരി, ഭക്ഷ്യവസ്തുക്കൾ എന്നിവയുടെ നികുതി വർദ്ധിപ്പിക്കുവാനുള്ള നിർദ്ദേശമാണ് പിൻവലിച്ചത്. UDF കക്ഷി നേതാക്കളുടെ യോഗത്തിലായിരുന്നു തീരുമാനം. അരി ഉൽപ്പന്നങ്ങൾ, ഗോതമ്പ് എന്നിവയ്ക്ക് 1%, മൈദ, ആട്ട, സൂചി, റവ എന്നിവയ്ക്ക് 5% നികുതിയായി ഏർപ്പെടുത്തിയിരുന്നത്. പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ പാവപ്പെട്ടവർക്കുള്ള അരിക്ക് നികുതി ഉണ്ടായിരുന്നില്ല. പഞ്ചസാരയ്ക്ക് 2%, വെളിച്ചെണ്ണയ്ക്ക് 1% നികുതി ഏർപ്പെടുത്തിയിരുന്നു. ഇത് പിൻവലിക്കുന്നതിനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ബജറ്റിലെ അധിക നികുതി നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരുന്നു. അടുക്കള ബജറ്റിന്റെ താളം തെറ്റിക്കുന്ന തീരുമാനത്തിനെതിരെ പ്രതിഷേധവും ശക്തമായിരുന്നു. ഈ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് നടപടി. ബജറ്റ് ദിനത്തിൽ നിയമസഭയിലുണ്ടായ അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് 5 MLA-മാരെ സസ്പെൻഡ് ചെയ്തു. സ്പീക്കറുടെ ഡയസിൽ കയറി ഉപകരണങ്ങൾ നശിപ്പിച്ച MLA-മാർക്കെതിരെയാണ് നടപടി. ഭരണപക്ഷ MLA-മാർക്ക് നടപടിയില്ല. ബജറ്റ് ദിനത്തിൽ നിയമസഭയിലുണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് 5 പ്രതിപക്ഷ MLA-മാരെ സസ്പെൻഡ് ചെയ്തത്. സ്പീക്കറുടെ ഡയസിൽ കയറി ഉപകരണങ്ങൾ നശിപ്പിച്ച MLA-മാരെയാണ് സസ്പെൻഡ് ചെയ്തത്. വി ശിവൻകുട്ടി, EP ജയരാജൻ, K കുഞ്ഞഹമ്മദ് മാസ്റ്റർ, KT ജലീൽ, K അജിത്ത് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചത്. പ്രമേയം സഭ അംഗീകരിക്കുകയായിരുന്നു. ഈ സഭാ സമ്മേളനം തീരുന്നതുവരെയാണ് സസ്പെൻഷൻ കാലാവധി. ഇവർ സഭ വിട്ടിറങ്ങണമെന്ന നിർദ്ദേശവും സ്പീക്കർ നൽകി. എന്നാൽ നടപടി അംഗീകരിക്കില്ലെന്നും തീർത്തും ഏകപക്ഷീയമാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. വനിതാ അംഗങ്ങളെ അപമാനിച്ചവർക്കെതിരെ നടപടിയെടുക്കും വരെ സമരം തുടരുമെന്നും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. മന്ത്രി ഷിബു ബേബി ജോൺ, T ശിവദാസൻ നായർ, MA വാഹിദ്, ഡൊമിനിക് പ്രസന്റേഷൻ, AT ജോർജ് എന്നിവർക്കെതിരെയായിരുന്നു പ്രതിപക്ഷം നടപടി ആവശ്യപ്പെട്ടത്. ബജറ്റ് അംഗീകരിക്കില്ലെന്നും പ്രതിപക്ഷം അറിയിച്ചു. വീണ്ടും സ്പീക്കർ ഇരുവിഭാഗവുമായും ചർച്ച നടത്തിയെങ്കിലും സമവായമായില്ല. പ്രതിഷേധവുമായി പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങിയതോടെ സഭ പിരിയുന്നതായി സ്പീക്കർ അറിയിച്ചു. മാർച്ച് 23-ന് സഭ തുടർന്ന് സമ്മേളിക്കും. മുഖ്യമന്ത്രിയാണ് സഭ പിരിയണമെന്ന ആവശ്യമുന്നയിച്ചത്.
കെ.എം. മാണിയുടെ 13ാം ബജറ്റിൽ ഉടുമ്പൻചോല താലൂക്കിനെ അവഗണിച്ചതായി ആക്ഷേപം. നിലവിലുള്ള പദ്ധതികൾക്ക് പോലും ബജറ്റിൽ തുക മാറ്റിവെക്കാത്തത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. വിവാദങ്ങൾക്കിടയിൽ ധനമന്ത്രി കെ.എം. മാണി അവതരിപ്പിച്ച ബജറ്റിൽ ഉടുമ്പൻചോല, പീരുമേട്, ദേവികുളം താലൂക്കുകളുടെ വികസനത്തിനായി യാതൊരു പദ്ധതികളും പ്രഖ്യാപിക്കാത്തതാണ് ജനങ്ങളെ രോഷാകുലരാക്കുന്നത്. ജില്ലയിൽ പ്രഖ്യാപിക്കപ്പെട്ട പുതിയ പദ്ധതികളിൽ ഭൂരിഭാഗവും ലഭിച്ചത് തൊടുപുഴയ്ക്കാണ്. നെടുങ്കണ്ടം കെ.എസ്.ആർ.ടി.സി. ഡിപ്പോ ടൌണിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി പെരിഞ്ചാംകുട്ടിയിൽ നിന്നും വെള്ളം എത്തിക്കുന്നതിനുള്ള ബൃഹത് പദ്ധതി, ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ടൂറിസം ഹൈവേ തുടങ്ങിയ പദ്ധതികൾ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇവയൊന്നും പരാമർശിക്കപ്പെട്ടിട്ടില്ല. ഹൈറേഞ്ചിന്റെ കായിക കുതിപ്പിന് പ്രതീക്ഷയായി നിർമ്മാണം ആരംഭിച്ച സ്റ്റേഡിയത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കായും തുക മാറ്റിവെച്ചിട്ടില്ല. നെടുങ്കണ്ടത്ത് ഫയർ സ്റ്റേഷൻ, താലൂക്ക് ആശുപത്രി അപ്ഗ്രേഡ് ചെയ്യൽ, ടൂറിസം വികസന പദ്ധതികൾ തുടങ്ങിയവയും പരാമർശിക്കപ്പെട്ടില്ല. സംസ്ഥാനത്തിന് 20,000 കോടി രൂപയുടെ വാർഷിക വരുമാനം നേടിത്തരുന്ന വിനോദസഞ്ചാര മേഖലയിൽ ഏറിയ പങ്കും സംഭാവന ചെയ്യുന്ന ഇടുക്കിക്കായി തുച്ഛമായ തുകയാണ് മാറ്റിവച്ചിരിക്കുന്നത്. ടൂറിസം മേഖലയുടെ അടിസ്ഥാന വികസനത്തിനും ഗ്രാമീണ ഫാം ടൂറിസം പ്രോത്സാഹനത്തിനും പദ്ധതികളില്ല. തൊടുപുഴ മുട്ടത്ത് സ്പൈസസ് പാർക്ക് ആരംഭിക്കുമെന്ന് പ്രഖ്യാപനമുണ്ടെങ്കിലും ഹൈറേഞ്ചിലെ അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് അതിന്റെ ഗുണം ലഭിക്കുകയില്ല. 2007 നെടുങ്കണ്ടം പച്ചടിയിൽ സ്പൈസസ് പാർക്ക് ആരംഭിക്കുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിരുന്നു. ഇതിനായി 100 ഏക്കർ സ്ഥലം കണ്ടെത്താനായിരുന്നു നിർദ്ദേശം. പിന്നീട് രാഷ്ട്രീയ ഇടപെടലുകളെ തുടർന്ന് നെടുങ്കണ്ടത്ത് സംസ്കരണ കേന്ദ്രവും മുട്ടത്ത് സംഭരണ കേന്ദ്രവും ആരംഭിക്കുവാൻ തീരുമാനമായി. എന്നാൽ സ്ഥലം ഏറ്റെടുത്ത് നൽകുവാൻ സംസ്ഥാന സർക്കാർ കാലതാമസം വരുത്തിയതോടെ പദ്ധതി ഇല്ലാതാവുകയായിരുന്നു. നിലവിൽ സംസ്ഥാന ബജറ്റിൽ സ്പൈസസ് പാർക്ക് പ്രഖ്യാപിച്ചപ്പോൾ ആദ്യം പരാമർശിച്ചതും ഈ മേഖലയായിരുന്നു. ജില്ലയിലെ ഏലം, കുരുമുളക് ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഉടുമ്പൻചോല താലൂക്കിന്റെ ആസ്ഥാനമായ നെടുങ്കണ്ടത്തെ എല്ലാ കാര്യത്തിലും അവഗണിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷ എതിർപ്പുകൾക്കിടെ ധനമന്ത്രി പ്രഖ്യാപിച്ച ബജറ്റിന് ഹൈറേഞ്ചിലെ സാധാരണക്കാർക്കിടയിൽ അതുകൊണ്ടുതന്നെ എതിർപ്പ് രൂക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. ഇനി ജനങ്ങൾക്കുമുണ്ട് പറയാൻ. എംഎൽഎമാർക്കെതിരെയുള്ള നടപടിയും അവശ്യ സാധനങ്ങളുടെ നികുതി പിൻവലിച്ചതുമായി ബന്ധപ്പെട്ടുള്ള സാധാരണ ജനങ്ങളുടെ പ്രതികരണമാണ് ഇന്നത്തെ ജനങ്ങൾക്കുമുണ്ട് പറയാനിൽ. ജനങ്ങൾക്കുമുണ്ട് പറയാൻ. പ്രതിപക്ഷ എംഎൽഎമാരെ മാത്രം കരുവാക്കി ഭരണപക്ഷത്തുള്ള എംഎൽഎമാരെ സംരക്ഷിക്കുകയും അങ്ങനെ ഒരു നടപടി സ്വീകരിക്കുകയും ചെയ്തത് വളരെ വേദനാജനകമായി പോയി. കാരണം അത് ശരിക്കും ഒരു ഏകപക്ഷീയമായ ഒരു തീരുമാനമായിരുന്നു. സാധാരണക്കാരായ ജനങ്ങൾക്ക് അധികാരികളോടുള്ള ഒരു നല്ല ഒരു സമീപനം ഇതിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം മറ്റുള്ള എല്ലാവരെയും ഒരു നല്ല രീതിയിൽ കാണണമെങ്കിൽ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും തുല്യമായ ഒരു നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു. രണ്ടുപേരും ഇതിൽ തെറ്റുകാരാണ്. എംഎൽഎമാർക്ക് ഭരണകക്ഷി എംഎൽഎമാരിരിക്കുന്നിടത്ത് പോയി ശല്യം ചെയ്യണം, ഇതെല്ലാം തല്ലിപ്പൊട്ടിക്കുകയും എടുത്തെറിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മുഷ്കതരമാണ് കാണിച്ചത്, തൻ്റെ ഇടം. ഞാൻ പറഞ്ഞാൽ അത് തക്കതായ നടപടി അവരുടെ പേരിലെടുക്കണം. കാരണം ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അരിയും അങ്ങനെ നിത്യോപയോഗ സാധനങ്ങളും. അതിന് നികുതി വർദ്ധിപ്പിക്കുമ്പം മറ്റു മദ്യത്തിനും അങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം നികുതി കുറയ്ക്കുകയും കീടനാശിനികൾക്കെല്ലാം നികുതി കുറയ്ക്കുന്നു. നിത്യോപയോഗിക്കുന്ന സാധനത്തിന് നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് കൃഷിക്കാരൻ്റെയും അധ്വാനിക്കുന്നവൻ്റെ മേൽ അതിഭാരം വലിച്ചേൽപ്പിച്ചത് ഏതായാലും ഗവൺമെൻറ് ബോധ്യം വന്ന് പിൻവലിച്ചതിൽ വളരെ അഭിനന്ദനം ഉണ്ടാക്കരുത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചതിൽ ജനത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് ബുദ്ധിമുട്ട് മനസ്സിലാക്കി സർക്കാർ മുന്നിൽ കണ്ട് പിൻവലിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ മാണി സാറിൻ്റെ ബഡ്ജറ്റും തീർത്തും മോശമായി പോയി. ഈ നികുതി നിർദ്ദേശം ഇന്നല്ല പിൻവലിക്കേണ്ടത്. സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു അവസ്ഥ മാണി സാറിന് അറിയാവുന്ന ഒരു കേരള കോൺഗ്രസിനെ പറ്റിയൊക്കെ ഇടുക്കി ജില്ലയിലുള്ള ആളുകൾക്ക് വളരെ പ്രതീക്ഷയുള്ള ഒരു സ്വഭാവമാണ്. ഈ മാണി സാർ ഇടുക്കി ജില്ലയിലുള്ള ആളുകൾക്കൊന്നും ഒരു പ്രയോജനവും ഒന്നും ചെയ്തിട്ടില്ല. ഇന്നല്ലായിരുന്നു ഈ നികുതി നിർദ്ദേശം പിൻവലിക്കേണ്ടത്. നികുതി വർദ്ധിപ്പിച്ചാലേ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ട്, അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവർ കുറേയൊക്കെ കുറച്ച് കൊടുക്കണമെന്നൊക്കെയാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. അതിനെക്കുറിച്ച് അതും മോശമായ ഒരു നടപടിയാണ്. എടുക്കുമ്പം ഭരണ പ്രതിപക്ഷമല്ല, അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും പേരിൽ നടപടി എടുക്കേണ്ടതാണ് സ്വാഭാവികമായിട്ട് നല്ലത്. അതാണ് നമ്മളെ നിയമസഭയുടെ ഇത് മാനക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ്. ഇത്
നല്ല സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തി അതിനകത്ത് ആരൊക്കെ ഇടപെട്ടിട്ടുണ്ടോ അവരെയെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും അവസാനിക്കാത്ത പ്രതിസന്ധിയിൽ KSRTC നട്ടം തിരിയുമ്പോൾ ജീവനക്കാരുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. കുമളി KSRTC ഡിപ്പോയിൽ മലിനജലം കുടിച്ച് KSRTC ജീവനക്കാർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചതിന് തൊട്ടു പിന്നാലെ അടുത്ത ദുരിതവും ഇവരെ വേട്ടയാടുകയാണ്. ക്വാർട്ടേഴ്സുകളിലെ എണ്ണിയാലൊടുങ്ങാത്ത മൂട്ടകളാണ് ഇപ്പോൾ ജീവനക്കാരുടെ ഉറക്കം കെടുത്തുന്നത്. മൂട്ടയുടെ ആക്രമണത്തെ ഭയന്ന് സ്വന്തം ചിലവിൽ മുറിയെടുത്ത് പുറത്ത് താമസിക്കേണ്ട ഗതികേടിലാണ് ഇപ്പോൾ ജീവനക്കാർ. വാർത്തയിലേക്ക്. കുമളി KSRTC ജീവനക്കാരുടെ ദുരിതകഥകൾ വീണ്ടും ആവർത്തിക്കുകയാണ്. 600-ൽ പരം ജീവനക്കാരുള്ള കുമളി KSRTC ഡിപ്പോയിൽ 2 ബാത്റൂമുകൾ മാത്രമാണ് ഉള്ളത്. കഴിഞ്ഞ മാസം 14 ജീവനക്കാരാണ് കുമളി ഡിപ്പോയുടെ കുടിവെള്ളം ഉപയോഗിച്ച് മഞ്ഞപ്പിത്ത ബാധിതരായത്. എന്നാൽ ജോലികൾ കഴിഞ്ഞ് മനസമാധാനമായി ഒന്നുറങ്ങാം എന്ന് വിചാരിച്ചാൽ മൂട്ടകടി കാരണം ഉറങ്ങാനും കഴിയില്ല. അതിനാൽ ഡിപ്പോ ജീവനക്കാർ രാത്രികാലങ്ങളിലെ മൂട്ടകടി പേടിച്ച് സ്വന്തം ചിലവിൽ റൂമുകളെടുത്താണ് താമസിക്കുന്നത്. കുമളി KSRTC ഡിപ്പോയിലെ ശോചനീയാവസ്ഥ കണ്ടിട്ടും കണ്ടില്ലെന്ന മട്ടിലാണ് അധികൃതർ. അത് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിലധികം ഭാരം കൂടുതലായുള്ള ജോലികൾ ചെയ്ത് വന്ന് കിടന്നുറങ്ങി നല്ല രീതിയിലൊന്ന് കിടന്ന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാനുള്ള ഒരു പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇല്ലാതെ ഈ കുമളി ഡിപ്പോ ഇത്രയും അവഗണനയിൽ എത്തിയപ്പെടുന്നതിന്റെ കാര്യങ്ങൾ മാനേജ്മെന്റ് എന്താണ് ഇതിനെക്കുറിച്ചൊരു തീരുമാനമെടുക്കാത്തത്? നിങ്ങൾ കാണുന്ന ഈ പ്രദേശം കണ്ടില്ലേ, മൂട്ടകൾ വളരെയധികം മൂട്ട കടിച്ച് ബ്ലഡുകൾ ശരീരത്തിൽ നിന്ന് അതിനെ കൊന്ന് തേച്ച് വെച്ചിരിക്കുന്നതാണ് ഈ ഭിത്തികളിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഇതെല്ലാം ഒന്ന് മാറ്റിയെടുത്ത് ഇതൊക്കെ ഒന്ന് താഴെ ഇറക്കിയിട്ട് നല്ല രീതിയിൽ ഇതിന് മൂട്ടയ്ക്ക് അടിക്കേണ്ടതായ മരുന്നുകൾ മുഴുവൻ അടിച്ച് ഈ സാധനങ്ങളെല്ലാം വെയിലത്ത് വെച്ച് നല്ല രീതിയിൽ ഒന്ന് ഉണക്കി എടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് നല്ല രീതിയിൽ പെയിന്റ് ഒക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് സുഖമായി താമസിക്കും. അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യം 600-ൽ പരം ജീവനക്കാർ താമസിക്കുന്ന ഇവിടെ ആകപ്പാടെ 2 ടോയ്ലറ്റാണുള്ളത്. കാലങ്ങളായി ഡിപ്പോയിലെ ഈ ശോചനീയാവസ്ഥ തുടരുകയും ചെയ്യുന്നു. എന്നാൽ പഞ്ചായത്ത് പരാതി മാറ്റാനായി ചെയ്യുന്ന പ്രവർത്തനങ്ങളോ അതിൽ കഷ്ടം. കഴിഞ്ഞ ദിവസം ഡിപ്പോയിലേക്കുള്ള റോഡ് കോൺക്രീറ്റ് തന്നെ വിവാദമായിരുന്നു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്ന മട്ടിലാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ. ഇതിന്റെ ഭാഗമായി നിരവധി സമര പരിപാടികളാണ് കുമളി ഡിപ്പോയിൽ ഓരോ ദിവസം അരങ്ങേറുന്നത്. പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്നതാണ് കുമളി ഡിപ്പോയുടെ അവസ്ഥ. ന്യൂസ് ബ്യൂറോ, കുമളി. കുമളി KSRTC ഡിപ്പോയിലുള്ള ഗവൺമെന്റ് അവഗണനയിൽ പ്രതിഷേധിച്ച് INTUC-യുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MM വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. കുമളി KSRTC ഡിപ്പോയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ പരിഹാരം കാണുന്നതിനായി ജീവനക്കാർ നിരവധി തവണ ശ്രമിച്ചിരുന്നു. നിവേദനങ്ങളിലൂടെയും പ്രതിഷേധ പരിപാടികളിലൂടെയും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യങ്ങൾ പരിഹാരമാകാതെ ഇപ്പോഴും ഡിപ്പോയുടെ പ്രവർത്തനം തടസ്സപ്പെട്ടിരിക്കുകയാണ്. കൂട്ടധർണകളിലൂടെയും ആവശ്യങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെയും പരിഹാരം കാണാത്തതിനാലാണ് INTUC-യുടെ നേതൃത്വത്തിൽ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. 2ാം ഘട്ട സമരത്തിന്റെ ആദ്യപടിയായി ബസ് സ്റ്റേഷനിൽ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ INTUC-യുടെ നേതൃത്വത്തിൽ യൂണിറ്റ് ഭാരവാഹികൾ നിരാഹാര സമരം നടത്തി വരികയാണ്. തരാതെ കുമളി ഡിപ്പോയെ പുതിയ ബസ്സുകൾ തരാതെ സൂപ്പർ ക്ലാസ് ബസ്സുകൾ ഇതുവരെ നമുക്ക് തന്നേക്കുന്ന ബസ്സുകളെല്ലാം വെറും കണ്ടം ചെയ്ത ബസ്സുകളാണ്. ബസ് തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ബസ്സുകളൊന്നും തന്നിട്ടില്ല. പിന്നെ ഇവിടുത്തെ ജീവനക്കാരെ കണ്ടക്ടർമാരുടെ പോസ്റ്റിങ്ങും ഡ്രൈവർമാരുടെ പോസ്റ്റിങ്ങും 2 പ്രാവശ്യം നടന്നിട്ടും കുമളി ഡിപ്പോയ്ക്ക് ഇതുവരെ ഒരു കണ്ടക്ടറെയോ ഡ്രൈവറെയോ തന്നിട്ടില്ല. 45 കണ്ടക്ടർമാരുടെ കുറവും 25 ഡ്രൈവർമാരുടെ കുറവാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടുത്തെ കുടിവെള്ളം എല്ലാ ദിവസവും 5000 രൂപയ്ക്ക് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 50,000 രൂപയോളം മാസം നമ്മൾ KSRTC കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ KSRTC-യിൽ ഇവിടെ ഒരു കുഴൽക്കിണർ നമുക്ക് അടിച്ചു തരുമോ, പ്രൈവറ്റ് പാർട്ടിയെ കൊണ്ട് കുഴൽക്കിണർ അടിച്ചു തരുമോ, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള സംവിധാനം ഒരുക്കി തരുമോ മാനേജ്മെന്റ് ചെയ്യണം. ഞങ്ങളുടെ സമരം 2ാം ഘട്ടമാണ്. 3ാം ഘട്ടം അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് KSRTC വർക്കേഴ്സ് യൂണിയൻ INTUC പോകും എന്നും കൂടി ഈ അവസരത്തിൽ ഞങ്ങൾ പറയുകയാണ്. ഡിപ്പോയുടെ പൂർണ്ണശേഷി വിനിയോഗിക്കുവാൻ ആവശ്യമായ ജീവനക്കാരെ നിയോഗിക്കുക, കണ്ടക്ടർ, ഡ്രൈവർ, മെക്കാനിക് തസ്തികകൾ പൂർണ്ണമായി പരിഹരിക്കുക, പുതിയ ബസ്സുകൾ അനുവദിക്കുക, കാലപ്പഴക്കം ചെന്ന ബസ്സുകൾ നീക്കം ചെയ്യുക, സൂപ്പർ ക്ലാസ് സർവീസുകൾ പൂർണ്ണമായും ഏറ്റെടുക്കാൻ നടപടികൾ സ്വീകരിക്കുക, പെർമിറ്റ് കാലാവധി തീർന്ന ബസ്സുകളുടെ അനധികൃത സർവീസിംഗ് അവസാനിപ്പിക്കുക, വർക്ക്ഷോപ്പ് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, ആവശ്യ വസ്തുക്കളുടെ ക്ഷാമം പരിഹരിക്കുക, അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് മുഴുവൻ ബസ്സുകളും സർവീസ് ലഭ്യമാക്കുക, ജീവനക്കാരുടെ വിശ്രമ സ്ഥലങ്ങളുടെ കുറവ് പരിഹരിക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു INTUC-യുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തിവരുന്നത്. സമരത്തിൽ പ്രസിഡന്റ് AS അഷറഫ്, സെക്രട്ടറി PSCG, ജോയിന്റ് സെക്രട്ടറി AS ഉദയൻ, S രൂപൻ, AD അലക്സ്, KE ജോസഫ്, KJ മോനിച്ചൻ, KV ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുമളി.
കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി സൌത്ത് ജില്ലാ വാർഷിക പൊതുയോഗം നടന്നു. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് പൊതുയോഗം സംഘടിപ്പിച്ചത്. കേബിൾ ടിവി വിതരണ രംഗത്തെ പ്രമുഖ സംഘടനയാണ് സിഒഎ. കേരളത്തിലെ 3 ലക്ഷത്തോളം വരുന്ന കേബിൾ ഓപ്പറേറ്റർമാരെ കണ്ണികളാക്കിയാണ് സിഒഎയുടെ പ്രവർത്തനം. സംഘടനയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്നതിനായാണ് വാർഷിക പൊതുയോഗം ചേർന്നത്. യോഗത്തിൽ സിഒഎ സൌത്ത് ജില്ലാ പ്രസിഡന്റ് ബോസ് സെബാസ്റ്റ്യൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ജി ലക്ഷ്മണൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് പ്രവർത്തന റിപ്പോർട്ടിന്മേൽ അംഗങ്ങൾ ചർച്ച നടത്തി. പൊതുയോഗത്തിൽ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ അരുൺ മാത്യു, മോൻസി കൊച്ചുകരിന്തരുവി, റോബി ജോസഫ്, റോയി ജോസഫ്, ജെയ്സൺ ഡൊമിനിക് തുടങ്ങിയവർ പങ്കെടുത്തു. കെഎസ്ഇബി ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ഇലക്ട്രിക് പോസ്റ്റുകളിലൂടെ 4G കേബിളുകൾ വലിക്കാൻ റിലയൻസിന് അനുമതി നൽകിയ സർക്കാർ നടപടിയിൽ യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി. കുത്തക കമ്പനികൾക്ക് വേണ്ടി പൊതുമുതൽ തേരെഴുതുന്ന നയമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് യോഗം കുറ്റപ്പെടുത്തി. റിലയൻസിന് 4G കേബിൾ വലിക്കുന്നതിനായി ഇലക്ട്രിക് പോസ്റ്റുകൾ വിട്ടുകൊടുത്ത നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സിഒഎ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പ്രചരണ ജാഥയുടെ ഇടുക്കി ജില്ലയിലെ പര്യടന പരിപാടികൾ വിജയിപ്പിക്കുവാൻ യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. കട്ടപ്പന പള്ളിക്കവലയ്ക്ക് സമീപം നടപ്പാതയിലെ തകർന്ന സ്ലാബ് പുനഃസ്ഥാപിക്കുവാൻ പൊതുമരാമത്ത് വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപണം. 2 ആഴ്ച മുൻപ് നിയന്ത്രണം വിട്ട ലോറി കയറി ഒടിഞ്ഞ സ്ലാബാണ് ഇപ്പോഴും അപകടക്കിണിയായി നിലനിൽക്കുന്നത്. കട്ടപ്പന പള്ളിക്കവലയ്ക്ക് സമീപത്ത് സ്കൂൾ വിദ്യാർത്ഥികളടക്കം ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന നടപ്പാതയിലാണ് ഈ അപകടക്കണി. 2 ആഴ്ച മുമ്പ് നിയന്ത്രണം വിട്ട നാഷണൽ പെർമിറ്റ് ലോറി കയറിയാണ് നടപ്പാതയ്ക്കടിയിൽ കൂടി ഒഴുകുന്ന ഓടമോടിയിരുന്ന ഈ സ്ലാബ് ഒടിഞ്ഞത്. നല്ല തിരക്കുള്ള ഇവിടെ ഏതു നിമിഷവും ഒരു അപകടം ക്ഷണിച്ചു വരുത്തുന്ന അവസ്ഥയിലാണ് തകർന്ന സ്ലാബും ഓടയും സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ അപകടം നടന്ന് 15ലേറെ ദിവസം പിന്നിട്ടിട്ടും തകർന്ന സ്ലാബ് മാറ്റി ഇവിടെ പുതിയ സ്ലാബ് സ്ഥാപിക്കുന്നതിനുള്ള യാതൊരു നടപടിയും പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. മാത്രവുമല്ല, ഇവിടെ അപകട മുന്നറിയിപ്പ് നൽകുന്ന ബോർഡ് സ്ഥാപിക്കാൻ പോലും PWD അധികൃതർ തയ്യാറായിട്ടില്ല. സമീപത്തെ വ്യാപാരികൾ കപ്പക്കമ്പുകൾ കുത്തിനിർത്തിയാണ് തകർന്ന സ്ലാബിനെ മറ്റു സ്ലാബുകളിൽ നിന്ന് ഇപ്പോൾ വേർതിരിച്ചിരിക്കുന്നത്. തകർന്ന സ്ലാബ് എത്രയും വേഗം മാറ്റി ഇവിടുത്തെ അപകട സാധ്യത പരിഹരിക്കണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഒരു 2-3 ആഴ്ചയായി ഈ ഓട ഇങ്ങനെ പൊട്ടിക്കിടക്കുന്നുണ്ട്. ഒരു സിമെന്റുമായിട്ട് വന്ന ലോറി കയറിയാണ് ഓട പൊട്ടിയത്. ഇതിനു മുമ്പ് ഇതുപോലൊക്കെ ഇത് പൊട്ടിയ സമയത്ത് ഒത്തിരി പരാതികളും വിഷയങ്ങളും ഉണ്ടാക്കിയാണ് മാറിയിട്ട് മാസങ്ങൾ കിടന്നതിന് ശേഷമാണ് മാറിയിട്ട്. ഇപ്പോൾ തന്നെ 10-15 ദിവസമായി. അപ്പോൾ രീതി മൊത്തം കല്ലും വെച്ച് ഇതുവരെ ആരും ഇത് ശ്രദ്ധിച്ചിട്ടില്ല. PWD ഈ ഓട ഈ സ്ലാബിന് വിലയില്ലാതെ തന്നെ പൊട്ടുന്നത്. അത് എത്രയും പെട്ടെന്ന് മാറി ഈ പിള്ളേർ ഇത്ര നടക്കുന്ന റോഡ് ഇത്ര മോശമായി കിടക്കുന്നത് അധികൃതർ ശ്രദ്ധയിൽ ഇതുവരെ പെടാത്ത വളരെ മോശകരമായ ഒരു കാര്യമാണ്. മുൻപും ഇവിടെ ഇത്തരത്തിൽ സ്ലാബുകൾ തകർന്നിരുന്നു. അന്നും ഏറെ നാളത്തെ പ്രതിഷേധങ്ങൾക്കും പരാതി പ്രവാഹങ്ങൾക്കും ശേഷമാണ് തകർന്ന സ്ലാബുകൾ മാറ്റാൻ PWD തയ്യാറായത്. അപകട സാധ്യത മുന്നിൽ നിൽക്കുമ്പോഴും അപകടമുണ്ടായ ശേഷം മാത്രം പരിഹാരം എന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ നയം മാറ്റിയില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് സമീപത്തെ വ്യാപാരികളും വിവിധ സംഘടനകളും. KM സിനോബി, ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ പുതിയ സാമ്പത്തിക വർഷം 99 കോടി 37 ലക്ഷം രൂപ വരവും 99 കോടി 16 ലക്ഷം രൂപ ചിലവും 21 ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ അവതരിപ്പിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ 2015-2016 വർഷത്തെ ബജറ്റാണ് അവതരിപ്പിച്ചത്. നമുക്കുള്ള ആകെ വരവ് എന്ന് പറയുന്നത് 99 കോടി 12 ലക്ഷത്തി 15,200. പ്രാരംഭ ബാക്കി ബഡ്ജറ്റ് പ്രകാരം 29 ലക്ഷത്തി 97,405. ആകെ 99 കോടി 42 ലക്ഷത്തി 12,605. ആകെ ചെലവ് എന്ന് പറയുന്നത് 99 കോടി 16 ലക്ഷത്തി 69,200. നീക്കിയിരിപ്പ് 25 ലക്ഷത്തി 43,405. ഇനി നമ്മൾ പ്രധാന വരവിനങ്ങളായിട്ട് നമ്മൾ കാണുന്നത് പ്ലാൻ ഫണ്ട്, അത് 46 കോടി 13 ലക്ഷത്തി 57,600. മെയിൻ്റനൻസ് ഫണ്ട് 18 കോടി 12 ലക്ഷത്തി 70,100. ജനറൽ പർപ്പസ് ഫണ്ട് 2 കോടി 36 ലക്ഷത്തി 50,000. പുതിയ സാമ്പത്തിക വർഷം 99 കോടി 37 ലക്ഷം രൂപ വരവ് പ്രതീക്ഷിക്കുമ്പോൾ 99 കോടി 16 ലക്ഷം രൂപയുടെ ധനവിനിയോഗമാണ് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി പ്രതീക്ഷിക്കുന്നത്. 21 ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫനാണ് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ അവതരിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MD തോമസ് അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മുഴുവൻ അംഗങ്ങളും പങ്കെടുത്തു. നെൽകൃഷിക്കായി 30 ലക്ഷം രൂപയും ചേറ്റുകുഴിയിൽ കാർഷിക ഉൽപ്പന്ന സംഭരണത്തിന് 25 ലക്ഷം രൂപയും സ്കൂളുകളിലെ പച്ചക്കറി കൃഷി വ്യാപനത്തിന് പോളി ഹൌസ് നിർമ്മിക്കുവാൻ 32 ലക്ഷം രൂപയും വകയിരുത്തിയത് ബജറ്റിലെ ചില പ്രധാന ഇനങ്ങളായി ബജറ്റ് അവതരണ പ്രസംഗത്തിൽ പ്രൊഫസർ ഷീല സ്റ്റീഫൻ പറഞ്ഞു.
ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം മനോനില തെറ്റിയ അമ്മയും സഹോദരനും രോഗിയായ വൃദ്ധ പിതാവിനും തണലായി ജീവിത ദുരിതത്തിലും മാതൃകയാവുകയാണ് പണിക്കൻകുടി സ്വദേശിയായ വിൻസെന്റ്. KG's Jewelry, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. 50 വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലതൻ ചാരുതയോ. മഴവില്ലഴകോ മലപ്പൊഴിയും ലതയോ Celebrating 50 magical years. Ledda Textiles, Main Road, Kattappana. ഇപ്പോൾ കിട്ടിയ വാർത്ത. വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്സ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. ട്രെൻഡി ഡിസൈൻ. കല്യാണത്തിന് മോൾക്ക് സ്വർണ്ണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, ഹൈറേഞ്ചിലെ ഒരേ ഒരു വെഡിംഗ് ജ്വല്ലറി. സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. വാർത്തകൾ തുടരുന്നു. മനോനില തെറ്റിയ അമ്മയും സഹോദരനും രോഗിയായ വൃദ്ധ പിതാവിനും തണലായി ജീവിത ദുരിതത്തിലും മാതൃകയാവുകയാണ് പണിക്കൻകുടി സ്വദേശിയായ വിൻസെന്റ്. സ്വന്തം ചോരയെപ്പോലും പടിയടച്ചു തള്ളി സുഖം തേടിപ്പോകുന്ന പുതിയ തലമുറയ്ക്ക് ത്യാഗത്തിന്റെ സന്ദേശം കൂടിയാണ് ഈ ചെറുപ്പക്കാരൻ പകർന്നു നൽകുന്നത്. പണിക്കൻകുടി കൊമ്പടിഞ്ഞാൽ റോഡിന് സമീപമാണ് ഈ വീട്. പഞ്ചായത്തിൽ നിന്നും ലഭിച്ച വീടിനുള്ളിൽ പട്ടിണിയും പരിവട്ടവുമായി ഈ കുടുംബം കഴിയുന്നു. കുടുംബനാഥൻ കണ്ടന്തുരത്തിൽ ചാക്കോയ്ക്കിപ്പോൾ 83 വയസ്സ്. പുറത്തിറങ്ങി നടക്കുവാൻ പോലും കഴിയാത്ത ശാരീരിക ക്ലേശങ്ങൾ
ഇദ്ദേഹത്തെ അലട്ടുന്നുമുണ്ട്. ഭാര്യ 75-കാരി മറിയക്കുട്ടിയും മകൻ സജിയും മാനസികാരോഗ്യത്തിനുള്ള മരുന്ന് മുടങ്ങാതെ കഴിക്കുകയാണ്. 2000-ലധികം രൂപയുടെ മരുന്ന് ഓരോ മാസവും മാതാപിതാക്കൾക്കും സഹോദരനുമായി വിൻസെന്റ് വാങ്ങുന്നു. കുടുംബാംഗങ്ങളുടെ ഭക്ഷണത്തിനും വസ്ത്രത്തിനുമുള്ള വകയും കൂലിപ്പണി ചെയ്ത് കണ്ടെത്തണം. പുലർച്ചെ 5 മണിക്ക് എഴുന്നേറ്റ് വിറകും വെള്ളവും ശേഖരിച്ച് ഭക്ഷണം പാകം ചെയ്തിട്ട് വേണം വിൻസെന്റിന് കൂലിപ്പണിക്ക് പോകുവാൻ. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ രീതിയിലാണ്. നമ്മൾ പണിയാനൊക്കെ പോകുന്നതുകൊണ്ട് അങ്ങനെ കുടുംബമൊക്കെ നോക്കി പോകുന്നു. അച്ഛനും അമ്മയ്ക്കും ചേട്ടൻ പിള്ളയ്ക്കും സുഖമില്ലാതിരിക്കുന്നു. അവർ 3 പേര് നോക്കണം. നമ്മൾ കൂലിപ്പണി ചെയ്താലേ ഉള്ളൂ. സ്ഥലത്തിൽ ആദായം കുറവാണ്. ജ്യേഷ്ഠൻ സജി ബിരുദധാരിയും അധ്യാപന ബിരുദം നേടിയ ആളുമാണ്. 46-കാരനായ സജി 2 പതിറ്റാണ്ടുകാലമായി ചികിത്സയിലാണ്. മരുന്നുകൾ കഴിക്കുന്നതിനെ തുടർന്നുണ്ടാകുന്ന തളർച്ചയ്ക്കിടയിലും ചില ദിവസങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യുവാൻ വിൻസെന്റിനെ സജി സഹായിക്കാറുമുണ്ട്. വിൻസെന്റിന് കൂടപ്പിറപ്പുകളായി 7 പേരുണ്ടായിരുന്നു. ഇവരിൽ 2 പേർ മരണപ്പെട്ടു. സഹോദരിമാരെ വിവാഹം കഴിച്ചയച്ചു. കഴിഞ്ഞ 13 വർഷമായി കുടുംബത്തിലെ മുഴുവൻ ഉത്തരവാദിത്വവും വിൻസെന്റിന്റെ ചുമലിലാണ്. 60 സെന്റ് സ്ഥലത്ത് യാതൊരു ആദായവുമില്ല. പ്രീ ഡിഗ്രിക്കാരനായ വിൻസെന്റ് ഏത് ജോലിയും ചെയ്യും. കൂലിപ്പണിക്ക് പോകാതിരുന്നാൽ കുടുംബാംഗങ്ങളുടെ ഭക്ഷണവും മരുന്നും മുടങ്ങുമെന്നതിനാൽ വിൻസെന്റ് തളരാതെ ഓടുന്നു. നമുക്ക് ജന്മം എന്ന് പറഞ്ഞ കാരണന്മാർ അങ്ങനെ കൊണ്ടുവിടാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ നോക്കുക. എവിടെ പോയാലും അന്തിയാകുമ്പോഴേക്കും വീട്ടിലേക്ക് ഓടിയെത്തും. അച്ഛനും അമ്മയ്ക്കും സഹോദരനും വിശക്കാതിരിക്കുവാൻ അന്നത്തിനുള്ള വകയ്ക്കായി ഒരു സ്ഥിരം ജോലിയോ സ്വയം തൊഴിൽ സംരംഭമോ ഉണ്ടായിരുന്നുവെങ്കിലെന്ന് ഈ യുവാവ് സ്വപ്നം കാണുന്നു. കൊന്നത്തടി പഞ്ചായത്തിലെ ജനങ്ങൾ പുലിപ്പേടിയിൽ കഴിയുവാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച പിന്നിടുന്നു. പഞ്ചായത്തിലെ മാങ്ങാപ്പാറ, പൂതാളി പ്രദേശങ്ങളിൽ പുലിയും കുഞ്ഞുമുണ്ടെന്ന് അടയാളങ്ങൾ വ്യക്തമാക്കുന്നു. പൂതാളി മലമേടിനോട് ചേർന്നുള്ള കൃഷിയിടങ്ങളിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടതും നാട്ടുകാരെ ഭീതിയിലാക്കി. അമ്പാട്ട് ജലീഷ്, സണ്ണി നടുവിൽപുരയിടത്തിൽ, മോഹനൻ കല്ലുവട്ടത്ത്, ജോയി അമ്പലക്കുന്നേൽ, PU ജോൺ, ബിനു കുളങ്ങരയിൽ, ഫ്രാൻസിസ് മുണ്ടക്കാട്ട് എന്നിവരുടെ കൃഷിയിടങ്ങളിലും വീടുകൾക്ക് സമീപവും പുലി ഇറങ്ങിയതായാണ് സംശയം. പ്രദേശത്തെല്ലാം ഉണ്ട്. ആടുകളെ ഓടിച്ചതായിട്ടും ആടുകളുടെ കൂട്ടി വന്നതായിട്ടും ആളുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് 2-3 പ്രാവശ്യം പുറത്തുകാർ വന്നായിരുന്നു, നോക്കിയായിരുന്നു. പക്ഷേ അതിനതല്ലാതെ ഒരു കാര്യം ചെയ്തിട്ടില്ല. പിന്നെ ഈ കാൽപ്പാടുകളാണ് ഇപ്പോൾ നമുക്ക് തെളിവായിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഫോറസ്റ്റുകാരിപ്പം 3 പ്രാവശ്യത്തോളം വന്നൂടെ. അവർ വന്നിട്ട് പറഞ്ഞത് പട്ടീനെ ഇവിടെ സൈഡിൽ കെട്ടിയിടുക, എന്നിട്ട് പട്ടിയെ പിടിക്കുവാണെങ്കിൽ അവർ പെട്ടിക്കൊണ്ട് വെച്ച് പിടിക്കാമെന്നാണ് പറഞ്ഞത്. കാൽപ്പാട് പിന്നെ കാരണം വെച്ചാൽ കേട്ടിരുന്നു. പിന്നെ പറമ്പിക്കൂടെ നമ്മളെ പറമ്പ് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് കറങ്ങി കറങ്ങി നിൽക്കുന്നു. ഈ താഴെ ഭാഗത്ത് കുളത്തിൻ്റെ അവിടെയെല്ലാം പാടില്ല, കപ്പയുടെ അകത്തെന്നും വരുന്നു. വീണ്ടും ഇറ്റും മിക്കവാറും കാൽപ്പാട് എന്തോ കുറച്ച് വന്നിട്ട് ഒത്തിരി പേടിക്കണ്ട, ഞാൻ സൂക്ഷിച്ചിരുന്നോളാൻ പറഞ്ഞിട്ട് പോയി. ഇതിനിടെ 3 തവണ വനപാലകരും സ്ഥലത്തെത്തി. പൊന്മുടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ജിജി, സന്തോഷ്, ഗാർഡുമാരായ അരുൺരാജ്, VN അനിൽകുമാർ, R റെനി എന്നിവരാണ് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ വിവിധ സ്ഥലങ്ങളിൽ പരിശോധിച്ചത്. എന്നാൽ ഈ പാടുകൾ പുലിയുടേതാണെന്ന് ഇനിയും സ്ഥിരീകരിച്ചിട്ടുമില്ല. പ്രദേശത്തെ ചേലമരത്തിൽ പുലി മാന്തിക്കീറിയ പാടുകളുമുണ്ട്. പുലിക്കൊപ്പം കുഞ്ഞുമുണ്ടെന്ന നിഗമനത്തിലാണ് നാട്ടുകാർ. കട്ടപ്പന ബ്ലോക്ക് തല മൃഗസംരക്ഷണ വികസന സമിതി യോഗം ചേർന്നു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലാണ് യോഗം നടന്നത്. മൃഗസംരക്ഷണ മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ജില്ലാ വെറ്റിനറി കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിൽ മൃഗസംരക്ഷണ വികസന സമിതികൾ രൂപീകരിച്ചിരിക്കുന്നത്. മൃഗസംരക്ഷണ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, കർഷകർക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കുക, ഈ രംഗത്തേക്ക് കൂടുതൽ കർഷകരെ ആകർഷിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുക തുടങ്ങിയവയാണ് മൃഗസംരക്ഷണ സമിതികളിലൂടെ ലക്ഷ്യമിടുന്നത്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൽ രൂപീകരിച്ചിരിക്കുന്ന മൃഗസംരക്ഷണ വികസന സമിതിയുടെ ആദ്യ യോഗമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടന്നത്. വികസന സമിതി ചെയർമാനായ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് രാജൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ മൃഗസംരക്ഷണ രംഗത്ത് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുമെന്ന് യോഗത്തിന് ശേഷം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് രാജൻ ഇടുക്കി നെറ്റിനോട് പറഞ്ഞു. വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ ബ്ലോക്ക് തലങ്ങളിലുമുള്ള ഗവൺമെൻറ് രൂപീകരിച്ചിട്ടുള്ള പുതിയ സമിതിയുടെ പ്രാഥമിക യോഗമാണ് ഇപ്പോൾ ഇവിടെ ഏതാണ്ട് അതിൻ്റെ ഒരു പൂർത്തീകരണ ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ മൃഗസംരക്ഷണ രംഗത്ത് നിരവധിയായ പ്രതിസന്ധികൾ പല മേഖലയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുമ്പോൾ അവയ്ക്കൊന്നും പലപ്പോഴും പരിഹാരമുണ്ടാക്കുന്നതിനുള്ള ഫോറങ്ങളില്ല എന്നുള്ള മൃഗസംരക്ഷണ രംഗത്തെ നമ്മുടെ ആപ്കോ സംഘങ്ങളിൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ നിരന്തരമായ പരാതിയെ തുടർന്നിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ഫോറം രൂപീകരിക്കുന്നതിന് ഗവൺമെൻറ് രൂപം കൊടുത്തിട്ടുള്ളത്.
ആദ്യഘട്ടത്തിൽ കൂടുതൽ മുട്ട ഉൽപാദനം ലക്ഷ്യമിട്ടുകൊണ്ട് മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാൻ കഴിയുന്ന ഹാച്ചറി ആരംഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ വികസന സമിതി വൈസ് ചെയർമാൻ സിബി പാറപ്പായി, കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് അംഗം ജാൻസി ബേബി, സമിതി കൺവീനർ ഡോക്ടർ എം കെ സത്യൻ, ക്ഷീരസംഘം പ്രസിഡന്റുമാരായ ഷാജി വർഗീസ്, തോമസ് ജോസഫ്, കർഷക പ്രതിനിധി മനോജ് തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. കാഞ്ചിയാർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയുടെ അഴിമതിക്കും ഇടതുപക്ഷ അക്രമ രാഷ്ട്രീയത്തിനുമെതിരെ UDFന്റെ നേതൃത്വത്തിൽ നാളെ ബാങ്ക് പടിക്കൽ ധർണ സംഘടിപ്പിക്കും. കട്ടപ്പന പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. കാഞ്ചിയാറിലെ ആദ്യകാല കർഷകർ ചേർന്ന് രൂപീകരിച്ച സഹകരണ ബാങ്ക് മാർക്സിസ്റ്റ് പാർട്ടി കൈപ്പിടിയിലൊതുക്കിയതായി UDF കുറ്റപ്പെടുത്തി. ബാങ്ക് ഭരണം സ്വന്തക്കാർക്കും ആശ്രിതർക്കും പാർട്ടിയിലെ ഏതാനും പേർക്കും വേണ്ടി മാത്രമായി ചുരുക്കുകയാണ്. ഇരുമ്പുമറയ്ക്കുള്ളിലെ ഭരണം അഴിമതി നിറഞ്ഞതായി. ബിനാമി വായ്പകളും വ്യാജപ്പട്ടയങ്ങൾ ചമച്ചും ഭരണസമിതി സ്വന്തക്കാർക്കും സഹായികൾക്കും ലക്ഷക്കണക്കിന് തുക വായ്പകൾ നൽകിയതായും ഇവർ ആരോപിക്കുന്നു. കൃഷിക്കാർക്ക് പലിശരഹിത കാർഷിക വായ്പ കിട്ടാതെയായി. സംസ്ഥാന കടാശ്വാസ കമ്മീഷൻ അനുവദിച്ചിരിക്കുന്ന ഇളവുകൾ അംഗങ്ങളുടെ വായ്പാ കണക്കിൽ യഥാസമയം വരവ് വെച്ച് നൽകാത്തത് മൂലം പലിശ പെരുകുകയാണ്. അംഗങ്ങളെ കടക്കണിയിലാക്കിക്കൊണ്ട് ഗവൺമെന്റ് പ്രഖ്യാപിച്ച പലിശ സബ്സിഡി അംഗങ്ങളുടെ പേരിൽ വരവ് വെച്ച് നൽകിയിട്ടില്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകിയ വായ്പാ ഇളവ് ആനുകൂല്യങ്ങൾ ആ വിഭാഗങ്ങൾക്ക് നൽകാതെയും ഗുരുതരമായ വീഴ്ച ഭരണസമിതി വരുത്തിയതായും ഇവർ പറഞ്ഞു. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കാഞ്ചിയാർ സർവീസ് സഹകരണ ബാങ്കിന് മുമ്പാകെ കാഞ്ചിയാർ UDF മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാജ്ഞ ധർണയും പൊതുയോഗവും നടത്തപ്പെടുകയാണ്. അഴിമതിക്കാരായ ഭരണസമിതി അംഗങ്ങൾ രാജിവെച്ച് പുറത്തുപോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് UDF മണ്ഡലം കമ്മിറ്റി ഈ സമരം നടത്തുന്നത്. ഈ സമരപരിപാടിയുടെ ഉദ്ഘാടനം, ധർണാ സമരത്തിന്റെ ഉദ്ഘാടനം ബഹുമാന്യായ ജില്ലാ കേരള കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ ജോണി പൂമറ്റവും, പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം ബഹുമാന്യായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ റോയ് കെ പൗലോസും നിർവഹിക്കുന്നതാണ്. അംഗങ്ങൾ അറിയാതെ തന്നെ ചെറിയ വായ്പകൾ എടുത്ത പല അംഗങ്ങളുടെ പേരിൽ ഇപ്പോൾ വലിയ സംഖ്യകളായി മാറിയിരിക്കുന്ന അവസ്ഥയാണ്. ഈ സാഹചര്യത്തിൽ ഭരണസമിതി രാജിവെക്കണമെന്ന് UDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ആവശ്യമുന്നയിച്ച് ബാങ്ക് പടിക്കൽ ധർണയും കാഞ്ചിയാർ പള്ളിക്കവലയിൽ പ്രതിഷേധ യോഗവും നടക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. കട്ടപ്പന പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ബാബു തെക്കേൽ, MV കുര്യൻ, രാജീവ് ജോർജ്, മാത്യു വർഗീസ്, ജോയി ഈഴക്കുന്നേൽ, KM മാത്യു, VK കുട്ടപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുമളിയിൽ ഏകദിന നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുമളി ജനമൈത്രി പോലീസ്, ഇടുക്കി ജില്ലാ പോലീസ് സഹകരണ സംഘം, റോട്ടറി ക്ലബ്ബ്, തേനി അരവിന്ദ് കണ്ണാശുപത്രി എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ആഹാരത്തിനും മരുന്നിനും കഷ്ടപ്പെടുന്ന നിർധനനും നിരാലംബരും രോഗികളും നമ്മെപ്പോലെ സാമൂഹിക ജീവികളാണെന്ന് തിരിച്ചറിവ് ബോധപൂർവം മാർക്കുന്ന ഈ കാലഘട്ടത്തിൽ സമൂഹത്തോടുള്ള പ്രതിബദ്ധത ഉൾക്കൊണ്ടുകൊണ്ട് അവരെ സഹായിക്കേണ്ടത് നമ്മുടെയും കടമയാണ് എന്നുള്ള സന്ദേശവുമായി ജനമൈത്രി പോലീസ് കുമളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലാ പോലീസ് സഹകരണ സംഘത്തിന്റെയും റോട്ടറി ക്ലബ്ബ് കുമളിയുടെയും തേനി അരവിന്ദ് ഐ ഹോസ്പിറ്റലിന്റെയും സഹകരണത്തോടെ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തി. പോലീസിന്റെ വിവിധ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ കുമളിയിൽ അരവിന്ദ് ഹോസ്പിറ്റലുമായിട്ടും റോട്ടറി ക്ലബ്ബുമായിട്ടും ഇടുക്കി ജില്ലാ പോലീസ് സൊസൈറ്റിയുമായിട്ട് സഹകരിച്ച് ഇത്തരത്തിലുള്ളൊരു നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തുന്നത്. ഇതിൽ സാധാരണക്കാരായ ആൾക്കാരെ കൂടുതൽ പോലീസിന്റെ സേവനവുമായി അടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. ഇവിടെ ഇന്ന് 150ഓളം പേർ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരെ പരിശോധന നടക്കുന്നുണ്ട്. ക്യാമ്പിൽ 100 കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. പോലീസുകാർക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനുള്ള മാർഗമാണിതെന്നും കട്ടപ്പന ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് കെ ജഗദീഷ് പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ MM വർഗീസ്, KV ജോസഫ്, S ആഷാദ്, മുഹമ്മദ് സുബൈർ, ബിജു ദാനിയൽ, KC അൻസാരി, PK ബാബുക്കുട്ടി തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുമളി. പണിക്കൻകുടിയിൽ നടന്നുവന്ന 20ാമത് CML വോളിബോൾ ടൂർണമെന്റ് സമാപിച്ചു. പണിക്കൻകുടി ചേലച്ചുവട് ടീം ജേതാക്കളായി. 20ാമത് CML വോളിബോൾ ടൂർണമെന്റാണ് പണിക്കൻകുടി സെന്റ് ജോൺസ് മരിയവിയാനി സ്റ്റേഡിയത്തിൽ നടന്നുവന്നത്. പണിക്കൻകുടി ചെറുപുഷ്പം ക്ലബ്ബും ചേലച്ചുവട് റോയൽ ക്ലബ്ബും ജേതാക്കളായി. റോയൽ ക്ലബ്ബിലെ നിതിനെ ബെസ്റ്റ് പ്ലെയറായി തിരഞ്ഞെടുത്തു. ഫാദർ കുര്യാക്കോസ് തറക്കാട്ട്, ഫാദർ ജിബിൻ, ശിവദാസ് മുട്ടത്തുകുന്നൽ തുടങ്ങിയവർ സമ്മാനദാനം നിർവഹിച്ചു. കുമളി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കുമളി ഗ്രാമപഞ്ചായത്ത് പ്രിയദർശിനി ഹാളിൽ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ബോധവൽക്കരണ ക്ലാസ് നടന്നു. ബാലസഭാ കുട്ടികളും സ്ത്രീകളും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും കുടുംബശ്രീ പ്രവർത്തകരും അംഗൻവാടി പ്രവർത്തകരും പങ്കെടുത്തു. കോട്ടയം മോചനം ഡി അഡിഷൻ സെന്ററിലെ കൌൺസിലർ അഡ്വക്കേറ്റ് ഷാജി തരകൻ ക്ലാസുകൾ നയിച്ചു. യോഗത്തിൽ കുമളി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ സുരേഷ്, കുടുംബശ്രീ ചെയർപേഴ്സൺ സാലി ജേക്കബ്, ഇന്ദിര സുബ്രഹ്മണ്യൻ, ജഗദമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുമളി.
ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് കട്ടപ്പന. സ്വർണം പവന് ഇന്ന് 19,680 രൂപ വില രേഖപ്പെടുത്തുന്നു. 1 ഗ്രാം സ്വർണത്തിന് 2,460 രൂപയാണ് വില. വെള്ളി ഗ്രാമിന് 38 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്ര ഗോൾഡ് കട്ടപ്പന. കമ്പോള വാർത്തകൾ. ഏലം ഇന്ന് വിപണിയിൽ കൂടിയ വില 750 കുറഞ്ഞ വില 700 കുരുമുളക് കിലോഗ്രാമിന് 540 രൂപ വില രേഖപ്പെടുത്തുമ്പോൾ കാപ്പി 120, റബ്ബർ 105, ഗ്രാമ്പു 830, കൊക്കോ 52, ജാതി 300 എന്നിങ്ങനെയാണ് വില നിലവാരം. ജാതിപത്രിക്ക് കൂടിയ വില 1000 കുറഞ്ഞ വില 800 വില രേഖപ്പെടുത്തുന്നു. കമ്പോള വാർത്തകൾ കഴിഞ്ഞു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഭക്ഷ്യധാന്യങ്ങൾക്ക് ബജറ്റിൽ പ്രഖ്യാപിച്ച അധിക നികുതി പിൻവലിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ചേർന്ന UDF യോഗത്തിലാണ് തീരുമാനം. അരി ഉൽപ്പന്നങ്ങൾക്ക് 1%, ആട്ട, സൂചി, റവ എന്നിവയ്ക്ക് 5% അധിക നികുതിയാണ് ഏർപ്പെടുത്തിയിരുന്നത്. നികുതിയിൽ 260 കോടിയുടെ ഇളവ്. ബജറ്റ് ദിനത്തിൽ നിയമസഭയിലുണ്ടായ അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് 5 MLA-മാരെ സസ്പെൻഡ് ചെയ്തു. സ്പീക്കറുടെ ഡയസിൽ കയറി ഉപകരണങ്ങൾ നശിപ്പിച്ച MLA-മാർക്കെതിരെയാണ് നടപടി. ഭരണപക്ഷ MLA-മാർക്ക് നടപടിയില്ല. KM മാണിയുടെ 13ാം ബജറ്റിൽ ഉടുമ്പൻചോല താലൂക്കിനെ അവഗണിച്ചതായി ആക്ഷേപം. നിലവിലുള്ള പദ്ധതികൾക്ക് പോലും ബജറ്റിൽ തുക മാറ്റിവെക്കാത്തത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. ഒരിക്കലും അവസാനിക്കാത്ത പ്രതിസന്ധിയിൽ KSRTC നട്ടം തിരിയുമ്പോൾ ജീവനക്കാരും ദുരിതത്തിലേക്ക്. മലിനജലം കുടിച്ച് KSRTC ജീവനക്കാർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ മൂട്ടകളും തൊഴിലാളികളുടെ ഉറക്കം കെടുത്തുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി സൗത്ത് ജില്ലാ വാർഷിക പൊതുയോഗം നടന്നു. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് പൊതുയോഗം സംഘടിപ്പിച്ചത്. ഇന്നത്തെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണ്ണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ് കട്ടപ്പന. ഇപ്പോൾ കിട്ടിയ വാർത്ത. വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്സ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. 50 വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലിന്നഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലത തൻ ചാരുതയോ. Celebrating 50 magical years. Ledha Textiles, Main Road, Kattappana. KG's ജുവലറി കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളി ആഭരണശാല KG's സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ.
ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. KG സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. You know that thing must be 100 years old. ചന്തം കാളിന്തി നാദം ഗോപി സംഗീതം मेरे डोल सुन मेरे प्यार की तुम मेरे ढोल सुन मेरी चाहते അഴകിവളാരോ പൊന്നിൻ പ്രഭയിൽ വരുമിവളാരോ. KG's Jewelry, കോട്ടയം കട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ, കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും. சொர்க்கம் போதும் நிப்பாட்டிடு, சொர்க்கம் போக டிக்கெட் எடு, கூலா வாழ திட்டமிடு, குத்தாட்டம் போட இப்பாட்டிடு. டீசர் இல்ல, ட்ரெய்லர் இல்ல, மூவி பேரு வாழ்க்கடா. அடுத்த சீனே தெரிய வேணா, தெரிஞ்ச வாழ்வே போரிடா. Live the moment, live the moment, live the moment, live the moment now. Live the moment, live the moment, live the moment, live the moment now. ஓடும் ரத்தத்தில் மின்சாரம் செஞ்சுக்கிட்ட மண்ணில் மின்வெட்டே இல்லையடா. காதல் மொத்தத்தில் மின்சாரம் செஞ்சுக்கிட்டா நெஞ்சில் மின்வெட்டே இல்லையடா. சிகரெட்டும் வேணா, சரக்கெல்லாம் வேணா, மார்னிங் போட்டே கொள்வாங்கடா. நீதாவோ ஹீரோ, நீதாவோ வில்ல, உன் வாழ்வை நீயே கொண்டாடிடா. வேணா, வேஷம் வேணா, உண்மையா நீ
வாழுடா பேக்கப் ஆகும் நாளை எண்ணி வாழும் வாழ்வே போரிடா Live the moment Live the moment Live the moment சோகம் போதும் நிப்பாட்டிடு சொர்க்கம் போக டிக்கெட் எடு கூலா வாழ திட்டமிடு கொண்டாட்டம் போட எப்பாட்டிடு நேற்று கண்ணீர இன்னைக்கு சிந்தாதடா இந்த நிமிஷத்தில் நீ வாழுடா நாளை ரூபாய இன்னைக்கு எண்ணாதடா இந்த நொடியோடு விளையாடுடா T20 கூட பழசாகி போச்சு T10 உன் வாழ்க்கை ரன் தேடு மிஸ் பண்ண பால் மிஸ் பண்ணும் ஸ்டம்ப போல்டாகாம போல்டா நீயாடு ஆசை இல்ல ஸ்கோர் இல்ல ஆட்டம் பேரு வாழ்க்கடா அடுத்த ஓவர் தெரிய வேணாம் தெரிஞ்சா வாழ்வே போரிடா Live the moment Live the moment Live the moment Live the moment now Live the moment Live the moment Live the moment Live the moment now Okay.